ഹലോ ഫ്രണ്ട്സ്, ആശീസ് കാസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താണെന്നല്ലേ, ഇന്നത്തെ വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞത് ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. ഒരു വ്യത്യസ്തമായ സ്റ്റാർട്ടപ്പ്. എന്താണ് ഇത്? മുണ്ടിരുമേൽ ഒരു അൽഫല ഗാർഡൻസ് എന്ന് പറയും. മുണ്ടിരുമേൽ ഹാജിയാർപടിയിലുള്ളൊരു അൽഫല ഗാർഡൻസ്. അതൊരു നഴ്സറി നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റീസാണ്, പ്ലാന്റ്സ് മുഴുവൻ വെറൈറ്റീസാണ്. അപ്പം ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട് അതിൻ്റെ അകത്ത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാടൻ സംഭവങ്ങളുണ്ട്, ഫോറിനേഴ്സും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അപ്പം അതാണ് സംഭവം. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും. ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പിനൊക്കെ സുഗന്ധമെന്നാണ് പറയുന്നത്. അതുപോലെ കിഡ്നി ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ ക്ലിയർ ആക്കി കൊടുക്കുന്നൊരു റെയർ പ്ലാന്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മുണ്ടിയരുമയിലുള്ള അൽഫല ഗാർഡൻസിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റാർട്ടപ്പിൻ്റെ സംരംഭകൻ ഇദ്ദേഹമാണ് ഹാഷിമണ്ണച്ചി. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഹാഷിമണ്ണച്ചിയോട് തന്നെ ചോദിക്കാം. അപ്പോൾ അണ്ണച്ചി, ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രചോദനം എന്തൊക്കെയായിരുന്നു? പണ്ട് പോലെ ചെടിയുമായിട്ട് നമുക്കൊരു കണക്ഷനുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും പറയും നമ്മൾ തോണ്ടി വെച്ച് കഴിഞ്ഞാൽ സാധനം കിളുക്കുന്നു. ചെടി ഒരു കൈപ്പുണ്യം അല്ലേ, വലിച്ചെറിഞ്ഞാൽ പോലും കിളുക്കും എന്നൊരു ഇത് പറയുമായിരുന്നു. നമ്മൾ CR ഹൈടെക് നഴ്സറി ഉണ്ട് കട്ടപ്പന. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. അപ്പം പറയും, ഈ കൃഷി ചെടികൾ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമല്ല, അതൊരു കൈപ്പുണ്യം വേണമെന്ന്. അതായത് പുള്ളി പറഞ്ഞത്, നനഞ്ഞ മണ്ണും കനിവുള്ള മനസ്സും ഉണ്ടെങ്കിൽ അവിടെ കൃഷി ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ് കൃഷി എന്ന് പറയുന്നത്. സാധാരണ മെയിനായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കൃഷി ചെയ്യാനായിട്ടുള്ള സംഭവം. അതെ, നമ്മുടെ പ്രവാചകനായിട്ടുള്ള നിമിഷലാലിസ്ലം വരെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മരിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു മരം കുഴിച്ചു വെക്കണമെന്ന് ഉള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ നമ്മുടെ രക്തത്തിൽ അരിഞ്ഞിരിക്കുന്ന സംഭവം കൃഷി എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രചോദനമായത്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പം നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ലെവലിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 months ആവുന്നേ ഉള്ളൂ. നമ്മൾ ഈ മൺസൂൺ സമയത്താണ് ഏറ്റവും കൂടുതൽ, ഈ കൊറോണയുടെ ഈ സമയത്താണ് ശരിക്കും കൃഷിയിൽ ഇതിലോട്ട് വന്നത്, ശരിക്കും നഴ്സറി ബിസിനസ്സിലോട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുറേ സെയിൽസ് നടത്തിയത്, കുറേ ബുക്കിംഗ് എടുത്തിട്ട് ആൾക്കാർക്ക് ആവശ്യപ്പെട്ട എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആണോ അത് നമ്മൾ എടുത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ടാണ് വന്നത്. അതിനുശേഷമാണ് പിന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സും വന്നിരിക്കുന്നത്. അതെ. അപ്പം നമ്മുടെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലാന്റ്സ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്? നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള റെയർ പ്ലാന്റ്സ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ പ്ലാന്റ്സും കൂടുതൽ, കേരളത്തിലെ പ്ലാന്റ്സും ഉണ്ട്, ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. അപ്പം നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഇങ്ങനെ പരിചയപ്പെടാം. ഇത് യൂറോപ്യൻ ഡെയ്സി എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. നമ്മൾ പല നേഴ്സറികളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു മീൻസ് ഫസ്റ്റ് ടൈം എന്ന് പറയാം ഈ പ്ലാന്റ് ഈ ഏരിയയിൽ കാണുന്നത്. നമ്മൾ കുറേ പ്ലാന്റ് കളക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞ് ഈ പ്ലാന്റ് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു പ്ലാനാണ്, നമ്മുടെ ഈ ഏരിയയിൽ ഫസ്റ്റ് ടൈമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ഇതും. ആ ഫ്ലവേഴ്സിൻ്റെ പാറ്റേണൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഇതിനകത്ത് തന്നെ 1-2 പ്ലാന്റ്സ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ സെൻട്രൽ പോർഷൻ ഇല്ലാത്ത പ്ലാന്റാണത്. മറ്റേ ആ ഫ്ലവേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ആ സെൻട്രലിൽ ആ യെല്ലോ കളർ കാണുന്നുണ്ടല്ലോ, ആ സീഡ് ഇരിക്കുന്നത്, അത് കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഫുള്ള് ആ ഫ്ലവേഴ്സിൻ്റെ ആയിട്ടുള്ളൊരു പാറ്റേൺ വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഊതെന്ന് പറയുന്ന പ്ലാന്റാണ്. ഊതെന്ന് പറയുന്നത് സുഗന്ധങ്ങളുടെ രാജാവെന്നാണ് പറയുന്നത്. ഇത് ഊതും മരം നമ്മൾ ഇപ്പം ഒരു മരം വെച്ച് കഴിഞ്ഞാൽ ഒരു 6 വർഷം 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരത്തിനകത്ത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻസെക്റ്റിനെ കയറ്റിവിടുന്നൊരു പ്രോസസ്സുണ്ട്. സാധാരണ ഈ ഊത് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആസാമിലാണ്. ആസാമിൽ അവിടെ ഒരു ജീവിയുണ്ട്. ആ ജീവി മരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തുരന്ന് ആ മരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മരത്തിൽ നിന്ന് ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. ആ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഊതിൻ്റെ ആയിട്ടുള്ള ആ സ്മെല്ല് ശരിക്കും കിട്ടുന്നത്. ശരിക്കും ആ ഊത് മരം ഇവിടെ കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ജീവികൾ ഇല്ലാത്ത കാരണം അതിനുള്ള ഏജൻസികളുണ്ട്. ആ ഏജൻസികളാണ് ശരിക്കും ഇതിനകത്ത് ഈ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ജീവികളെ കയറ്റിവിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മരത്തിന് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോയ്ക്ക് 40,000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ഉള്ള തടിയാണിത്. അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്കൊരു 5 വർഷം 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ റേഞ്ചിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ റീസെൻ്റ്ലി ആയിട്ട് MM മണിയുടെ ഗവൺമെൻറ്റായിട്ട് പ്രമോദ് സാറിന് സാറ് ഒരു
100 മരം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ടപ്പന സൈഡിൽ തന്നെ 2000 പ്ലാന്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം പുതിയ റീസെൻ്റായിട്ട് ട്രെൻഡായിട്ട് വരുന്ന സംഭവമാണ് ഈ ഊതെന്ന് പറയുന്ന മരം. ഇത് ചുവന്ന ഇഞ്ചിയാണ്. ചുവന്ന ഇഞ്ചി എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ബ്രീഡാണ്. ശരിക്കും പാമ്പാടിയിലുള്ള ഒരു ചെറിയാൻ ചേട്ടനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് അദ്ദേഹത്തിനൊരു ഫ്രണ്ട് കൊടുത്തതാണ്. അദ്ദേഹമാണ് ബാക്കി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഇത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തത്. നമ്മളിത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഇനമാണ്. അതുപോലെ തന്നെ കൃഷിക്ക് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഇഞ്ചി ശരിക്കും വളരെ കുറച്ച് മരുന്ന് തളിച്ചാൽ മതി എന്ന് പറയുന്നത്. അതായത് ഇതിന് തന്നെ സ്വയമേ ഒരു രോഗപ്രതിരോധ ശക്തിയുണ്ട്. അതുപോലെ തന്നെ ചുമ, അതുപോലെ തന്നെ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മെഡിസിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 1500 രൂപ കിലോ വിലയുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇതിന് 1 ഔൺസ് മരുന്ന് കിട്ടണമെങ്കിൽ 100 മേലെ കിലോ ഇഞ്ചി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് 1 ഔൺസ് മരുന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആയുർവേദിക് മെഡിസിൻ ഉണ്ടാക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് മെഡിസിൻ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നൊരു സംഭവമാണ് ചുവന്ന ഇഞ്ചി എന്ന് പറയുന്നത്. ഇത് കെപ്പൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. കെപ്പൽ എന്ന് പറയുന്നത് ശരിക്കും ഇന്തോനേഷ്യ എന്നുള്ളൊരു പ്ലാന്റാണ്. ഇന്തോനേഷ്യയിലെ രാജാക്കന്മാർ മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണിത്. ശരിക്കും രാജഭരണകാലത്ത് മറ്റുള്ള ആളുകൾ, അതായത് രാജാക്കന്മാരല്ലാതെ ഉള്ള ആൾക്കാർ ഇത് അവരുടെ സ്വന്തം പുരയിടത്തിൽ കുഴിച്ചു വെക്കുന്നതിന് തന്നെ നിയമപരമായിട്ട് തടസ്സം ഉണ്ടായിരുന്നൊരു പ്ലാന്റാണ്. ശരിക്കും അങ്ങനെയുള്ളവരെ ജയിലിലടക്കുകയും കൊന്നുകളയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം രാജഭരണത്തിന് ശേഷമാണിത് ബാക്കിയുള്ള ആൾക്കാർക്ക് ലഭിക്കാൻ തുടങ്ങിയത്. ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പിനൊക്കെ സുഗന്ധമാണെന്നാണ് പറയുന്നത്. അതുപോലെ കിഡ്നി ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ ക്ലിയർ ആക്കി കൊടുക്കുന്നൊരു റെയർ പ്ലാന്റാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് മീൻസ് സെക്കൻഡ് വെറൈറ്റിയാണ് കൂടുതലും. അത്യാവശ്യം വെയിലും വേണം, അതുപോലെ തന്നെ വെള്ളം തീരെ കുറച്ച് മതിയായിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉള്ളതാണ്. യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് വെറൈറ്റിയാണ്. കുട്ടികളും അതുപോലെ തന്നെ ഒരു ബിലോ 40 ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സാണ് വന്ന് ഇത് ഡിമാൻഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൺലൈനായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബൈ പോസ്റ്റ്, ബൈ കൊറിയറൊക്കെ ഈ പ്ലാന്റ്സുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഇപ്പം നാഗാലാൻഡ് ആ സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം ചില സമയത്ത് നമ്മൾ കൊറിയറൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം 2 months ഒക്കെ എടുത്ത പ്ലാന്റ്സുകളുണ്ട്. 2 മാസം കൊണ്ടൊക്കെ. അതായത് ഒരു നാഗാലാൻഡിലെ ഒരു ലേഡിയുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അലീന ലോത്ത എന്നാണ് പേര്. അപ്പോൾ അവർക്കൊരു പ്ലാന്റ് നമ്മൾ അയച്ചിട്ട് അവർക്ക് 57 ദിവസം എടുത്തതാണ്. 57 ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് കിട്ടുന്നത്. എന്നിട്ടും അത് സർവൈവ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പാക്കിങ്ങും ദൈവനമ്പുരാൻ്റെ വലിയൊരു സഹായം കാരണമാണ് അത്രയും ഒരു ലോങ് പീരീഡിൽ ഒരു പ്ലാന്റ് പാക്ക് ചെയ്ത സാധനം കുഴപ്പമില്ലാതെ എത്തുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന പ്ലാന്റാണ്. ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഒരു മധുരം നിൽക്കുന്നതാണ്. എന്ത് പുളിയുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാലും ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല മധുരമുള്ളതായി. അതായത് ഷുഗർ പേഷ്യൻസൊക്കെ ഈ ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ചിട്ട് നല്ല പുളിയുള്ള നാരങ്ങ വെള്ളം കുടിക്കുകയാണ്, മധുരം ഇടാതെ കുടിക്കുകയാണ് നല്ല മധുരം
ഒരു പ്ലാന്റാണ്. ഗൾഫിലൊക്കെ പോവുകയാണെങ്കിൽ ഗൾഫിലൊക്കെ തണുപ്പ് കാലം വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ, ഒരു 3 മാസം, സെപ്റ്റംബർ മുതൽ ഡിസംബർ, ജനുവരി, ആ ഒരു ടൈം മൊത്തം നമുക്ക് തണുപ്പ് സമയം കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഫ്ലവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അതായത് മെയിൻ ആയിട്ടുള്ള ഗാർഡൻസ് എല്ലാം ഈ ഫ്ലവേഴ്സിൻ്റെ നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതായത് റോഡിൻ്റെ നടുക്കൊക്കെ വലിയ റൗണ്ട് ബോട്ടുകളാണ്. ആ റൗണ്ട് ബോട്ടിലൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റാണ്. ശരിക്കും ഇവിടുന്ന് തന്നെയാണ് ഇത് കയറി പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റ് കയറി പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഗൾഫ് കൺട്രീസ് ഈ സീസണിൽ ഈ ഫ്ലവർ കൊണ്ട് നമ്മൾ വലിയ വലിയ ഗാർഡൻസും അതുപോലെ തന്നെ റോഡിന് നടുക്കുള്ള സ്ഥലങ്ങളും റോഡിൻ്റെ സൈഡുകളും എല്ലാം ഇതുകൊണ്ട് മനോഹരമാക്കുകയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാം, അതുപോലെ തന്നെ തറയിൽ വെക്കുകയാണെങ്കിലും ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഒരു കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കളേഴ്സ് ഉണ്ട്. ഇത് തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്. രാവിലെ ഉണ്ടായിരുന്നു ആ പ്ലാന്റ്സൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഇവിടെ കുറേ പ്ലാന്റ്സ് വീട്ടിലുണ്ട്. അങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവരുടെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഫ്ലവർ കണ്ടോ, ഇതിൻ്റെ പേരാണ് ഇന്ത്യൻ ക്ലോക്ക്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ട് വെച്ച് പൂവിടാൻ തന്നെ കഴിഞ്ഞാൽ പിന്നെ 365 ദിവസം പൂവായിരിക്കും ഇതിൽ. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമുക്കിത് ഒരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ പൂച്ച. ചിലപ്പോൾ ഞാൻ ഇതിനെയും കൊണ്ടുപോകും കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. നമുക്ക് സമയം കുറവായതുകൊണ്ട് മൊത്തം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞാൽ മൊത്തം ചളവാകും. അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് നിർത്തുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ഇവിടുത്തെ അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് പുതിയ ഗാർഡനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവിടെ വന്നിട്ട് മൊത്തം അതിൻ്റെ ഒരു ഗ്രാഫൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി ഇവിടെ നിന്ന് ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്തായാലും അപ്പം ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷനിൽ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ചിൽഡ്രൻ, ദിസ് ഈസ് ആഷിഖ് സൈനിങ് ഓഫ്.